നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ തൊട്ട് മുമ്പ് കുറച്ച് നേരം മുമ്പ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജുകളോ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്ന കോളേജുകളോ നല്ല കമ്പ്യൂട്ടറിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള കോളേജസിലാണ് നമ്മുടെ എക്സാം ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ എക്സാം സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ ഈ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്ന അതേ ടൈമിൽ തന്നെ നമുക്കൊരു ഗൈഡ് ലൈൻസ്, അതായത് സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണെങ്കിൽ അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന ഒരു PDF കൂടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഗൈഡ് ലൈൻസ്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം എപ്പോഴാണ്, നമ്മുടെ അഡ്മിറ്റ് കാർഡിനെ പറ്റിയിട്ട്, നമ്മൾ ID കാർഡ് കൊണ്ടുപോകണം അതിനെ പറ്റിയിട്ട്, നമ്മൾ എക്സാം സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട്, അതുപോലെ കോവിഡിൻ്റെ ഒരുപാട് പ്രോട്ടോക്കോൾ നമ്മൾ പാലിക്കണം അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്, ഏകദേശം 38-39 പോയിന്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ പോയിന്റും റെപ്പറ്റീഷനാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മൊത്തം ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം CMA പഠിക്കുന്ന ഇൻ്റർമീഡിയറ്റ് ആയാലും ഫൈനലായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും മാക്സിമം റെഫർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണുക. ഈ ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം എഴുതാൻ പോവുക. നമ്മുടെ ഭാഗത്തുനിന്നൊരു ഫോൾട്ട് കാരണം ആർക്കെങ്കിലും ഒരു രോഗം വരെയോ അല്ലെങ്കിൽ നമ്മുടെ എക്സാം നമുക്ക് എഴുതാതിരിക്കാൻ പറ്റിയോ അങ്ങനെ ഒന്നും സംഭവിക്കരുത്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കരുത്. നല്ല പോസിറ്റീവായിട്ട് എല്ലാവരിലേക്കും നിങ്ങൾ വീഡിയോസ് എത്തിക്കുക. എല്ലാവരും നല്ലോണം ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എക്സാം ഹോളിലേക്ക് ചെല്ലുക, എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 10 മണിക്കും 1 മണിക്കുമാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർമീഡിയറ്റിന് 10 മണിക്കും അതുപോലെ ഫൈനലിന് ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കുമാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്. 1 മണിക്കല്ല, 2 മണിക്കാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എക്സാമിന് കറക്റ്റ് 1 അവർ നമ്മൾ 1 മണിക്കൂർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതായത് 9 മണിക്കാണെങ്കിൽ 10 മണിക്കാണ് നമ്മുടെ എക്സാം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 9 മണിക്കും അതുപോലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് എക്സാം പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ 1 മണിക്കും എന്ത് ചെയ്തിരിക്കണം? റിപ്പോർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാം എഴുതാൻ ആവശ്യമായിട്ടുള്ള പേന, പെൻസില്, സ്കെയില്, കാൽക്കുലേറ്റേഴ്സ്, ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ ഒരു ചെറിയ സാനിറ്റൈസറും അഡ്മിറ്റ് കാർഡും നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഈ അഡ്മിറ്റ് കാർഡിനെ പറ്റിയിട്ടും ബാക്കി കയ്യിലുള്ള ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. ബാക്കി പോയിന്റുകളൊന്നും നമ്മൾ നോക്കി സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട എന്താണ്? പേന, പെൻസില്, അതായത് പെന്ന്, പെൻസില്, സ്കെയില്, കാൽക്കുലേറ്റർ, ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ ഒരു 50 ml 100 ml ഒരു സാനിറ്റൈസർ കൂടി നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. കൂടാതെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ നമ്മൾ രജിസ്ട്രേഷൻ എടുത്ത സമയത്ത് നമുക്കൊരു അഡ്മിഷൻ കാർഡ് കിട്ടിക്കാണും. ആ അഡ്മിഷൻ കാർഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്നാണ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു കാർഡ് കിട്ടിക്കാണും. ആ കാർഡ് ഓക്കെ അല്ലേ? കൂടാതെ ഒരു വാലിഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഒരു ID കാർഡ്, അതായത് നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ നമ്മുടെ വോട്ടേഴ്സ് ID, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം കൂടെ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് ID കാർഡിനെ പറ്റിയിട്ട് താഴോട്ടുള്ള പോയിന്റ് 3-ലും നമ്മളെ അഡ്മിറ്റ് കാർഡിനെ പറ്റിയിട്ട് പോയിന്റ് 2-ലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇനി പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണം. ഓക്കെ അല്ലേ? അപ്പോൾ 2ഉം 3ഉം പോയിന്റിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. 4-ലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 4ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അഡ്മിറ്റ് കാർഡും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് മാക്സിമം നേരത്തെ തന്നെ നമ്മുടെ എവിടെയാണ് എക്സാം നടക്കുന്ന ആ ഒരു സെൻറ്ററിൽ എത്തുക. നിങ്ങളാരും മാക്സിമം ഗ്യാദർ ചെയ്യാതെയോ ക്രൗഡ് ക്രിയേറ്റ് ചെയ്യാതെയോ ഒന്നും ചെയ്യാതെ മാക്സിമം സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി 5ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ പോയിന്റിൽ എന്താണെന്നല്ലേ? അതായത് 5ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 മണിക്ക്, അതായത് 10 മണിക്ക് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 2 മണിക്കും കറക്റ്റ് പ്രോപ്പർ ആ ടൈമിൽ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഓക്കെ അല്ലേ? നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ എക്സാം എഴുതാനുള്ള ടൈം ആയിരിക്കും അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റ് 10 മണിക്ക് നമ്മുടെ പോർട്ടൽ ഓപ്പൺ ആവും. അതുപോലെ കറക്റ്റ് എക്സാം തീരുന്ന 1 മണിക്കാണെങ്കിൽ 1 മണിക്ക് എക്സാം എപ്പോഴാണോ തീരുന്നത് ആ കറക്റ്റ് ടൈമിന് എക്സാം പോർട്ടൽ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റഡ് ആവുന്നുണ്ട്. ഷാർപ്പ് ടൈമിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം. കറക്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന 9 മണിക്കാണ് നമ്മളെ റിപ്പോർട്ടിംഗ് ടൈം. 2 മണിക്കുള്ള എക്സാം ആണെങ്കിൽ 1 മണിക്കാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 6ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊന്നുമില്ല. 100 മാർക്സിൻ്റെ എക്സാമാണ്. അതിനുശേഷം താഴെയുള്ള പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് മാർക്സും കാര്യങ്ങളൊന്നുമില്ലെന്ന്. അപ്പോൾ അതിന് ഇനി മുമ്പോട്ട് പറയണം, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസിലൊന്നും ഒരിക്കലും നമ്മുടെ റോൾ നമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറോ നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒരു കാര്യങ്ങളും എഴുതാൻ പാടില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളിവിടെ എഴുതാൻ പാടില്ല. ഓക്കെ അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നമ്മുടെ മറ്റേ എക്സാമിന്, നമ്മുടെ നോർമൽ എക്സാമിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്.
ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പാസ് കീ. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പാസ് കീ. നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പാസ് കീ ഇമെയിൽ ഐ ഡിയിൽ ചിലർക്ക് വന്നില്ല, ചിലർക്ക് വന്നു, SMS ആയിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെൻറ്റർ ബേസ്ഡ് എക്സാം ആണെങ്കിൽ നമ്മൾ പാസ് കീയെ പറ്റിയിട്ട് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഈ 8th പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ, ഈ പാസ് കീ അവിടെ ഉള്ള പ്രോക്ടറുടെ, അതായത് നമ്മുടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സെൻറ്ററിൽ അതിൻ്റെ അധികാരി ആരാണോ ആ പുള്ളിക്കാരൻ ആ സാറിൻ്റെ കയ്യിൽ കാണും നമ്മുടെ പാസ് കീ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് തൊട്ട് മുമ്പ് നമുക്ക് നമ്മുടെ പാസ് കീ അവർ തന്നെ ഡെലിവറി ആയിക്കോളും. അല്ലാത്ത പാസ് കീ നമ്മുടെ മൊബൈൽ നമ്പറിലോ ഇമെയിൽ ഐ ഡിയിലോ ഒന്നും ഷെയർ ചെയ്യില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോരുത്തരുടെയും ന്യൂ പാസ് കീ ആ എക്സാമിൻ്റെ ടൈമിന് ആ എക്സാമിനേഷൻ ഹാളിലുള്ള പ്രോക്ടർ നമുക്ക് സെൻഡ് ചെയ്യും. അല്ലാതെ മൊബൈൽ നമ്പറിലോ ഇമെയിൽ ഐ ഡിയിലോ ഒന്നും പ്രശ്നമില്ലല്ലോ. അപ്പോൾ സെൻറ്റർ ബേസ്ഡ് എക്സാം ആണെങ്കിൽ അത് നിങ്ങളൊരു പ്രശ്നമാക്കണ്ട. ഹോം ബേസ്ഡിൻ്റെ ഗൈഡ് ലൈൻസ് ഉടനെ തന്നെ വരും, മിക്കവാറും നാളെ തന്നെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഞാൻ കാര്യമായിട്ട് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നെയിമും കാര്യങ്ങളൊന്നും എഴുതരുത്. അതൊന്നും വലിയ റെലവൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് അല്ല. ഇനി അത് കഴിഞ്ഞ് താഴെ ഹിന്ദി മീഡിയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ സീറ്റ്, നമുക്ക് അലൗട്ട് ചെയ്തിരിക്കുന്ന സീറ്റും കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യരുത്. ഹാളും കാര്യങ്ങളൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? വേറെ കാര്യങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേറെ ഒന്നുമില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എക്സാമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്തോ. പോയിന്റ് നമ്പർ 12 പറഞ്ഞിരിക്കുന്നതാണ്. വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും അപ്ഡേറ്റുകളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ മെയിലിലോ അതുപോലെ മൊബൈലിൽ SMS ആയിട്ടോ തരും. നമ്മളത് ടൈം ടു ടൈം ആയിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ ചാനലിൽ എന്തൊക്കെ അപ്ഡേറ്റ് ഉണ്ടായാലും അത് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊരു പ്രശ്നമാക്കി എടുക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കയ്യിൽ വേണം. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് വേണം. അത് നമുക്കറിയാം. നമ്മൾ മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പാസ് കീയും അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു വിൻഡോയിലേക്ക് കയറുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നമുക്ക് വേണ്ട, അഡ്മിഷൻ കാർഡ്, അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഗവൺമെൻറ് ID പ്രൂഫ് ഉണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും വേണം. ഓക്കെ അല്ലേ? ഇനി കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എക്സാം നടത്തുന്നത്. അപ്പോൾ കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോയിന്റുകളെല്ലാം നമുക്കിപ്പോൾ ഇവിടെ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാം നടത്തുന്നതിന് മുമ്പ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിരിക്കും. നമ്മളതിന് കോപ്പറേറ്റ് ചെയ്യുക. ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണുകയാണെങ്കിൽ ആ ആളെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയി മാറ്റി നിർത്തി എക്സാം എഴുതിപ്പിക്കും. എക്സാം എഴുതിപ്പിക്കാതിരിക്കില്ല, സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയി മാറ്റി നിർത്തി എക്സാം എഴുതിപ്പിക്കും. അപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? കോവിഡിൻ്റെ ലക്ഷണങ്ങൾ വല്ലതും കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണം. പ്രോപ്പറായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയുക. നമ്മളെ മാറ്റി നിർത്തി എക്സാം എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ എക്സാം മാറ്റിക്കൊണ്ട് പോവോ അല്ലെങ്കിൽ എക്സാം ക്യാൻസൽ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പറയാം. കാരണം ആരെയും ചതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കാര്യം സേഫാക്കി വെക്കാൻ വേണ്ടി സെൽഫിഷായിട്ട് വന്ന് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് ഒരു കാര്യമില്ല. നമുക്ക് കുറച്ച് എത്തിക്സ്, കുറച്ച് മോറൽ വാല്യൂ ഒക്കെ നമുക്ക് വേണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയുക. വേറെ പ്രശ്നങ്ങളൊന്നും ആക്കേണ്ട കാര്യമില്ല. നമുക്ക് സുഖമായിട്ട് എക്സാം എഴുതാനൊക്കെ പറ്റും. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കോവിഡിൻ്റെ കാര്യം ഇതാണ് പറയുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, അതുപോലെ സാനിറ്റൈസർ നമ്മുടെ കയ്യിൽ വേണം, മാസ്ക് വേണം. അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻസോ സംശയങ്ങളോ കാണുകയാണെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തി എക്സാം എഴുതിപ്പിക്കും. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണും കാര്യങ്ങളും സ്മാർട്ട് വാച്ചും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഹാളിലേക്ക് കടത്താൻ അവർ അനുവദിക്കില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സബ്മിറ്റ് ബട്ടനെ പറ്റിയിട്ട്. അതായത് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ പോയിന്റ് ലാസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ അതിന് ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ എക്സാമിന് കയറിക്കഴിഞ്ഞാൽ, അതായത് 10 മണിക്കുള്ള എക്സാം ആണെങ്കിൽ 10 മണി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് എക്സാമിന് പുറത്ത് പോകാൻ പറ്റൂ. അതായത് 11 മണിക്ക് ശേഷം മാത്രമേ നമുക്ക് എക്സാമിന് പുറത്ത് പോകാൻ പറ്റൂ. അപ്പോൾ മിനിമം നമ്മൾ 1 അവർ എന്ത് ചെയ്തിരിക്കണം? എക്സാം ഹാളിൽ ഇരിക്കണം, എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം. ഈ 1 അവറിന് ശേഷം മാത്രമേ നമ്മുടെ സബ്മിറ്റ് ബട്ടണും അപ്പിയർ ആവത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് ബട്ടൺ കാണില്ല. കറക്റ്റ് 1 അവർ കഴിയുമ്പോൾ മാത്രമേ സബ്മിറ്റ് ബട്ടൺ വരൂ. അപ്പോൾ 1 അവർ കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് 11 മണിക്ക് ശേഷം പുറത്തു പോകാൻ പറ്റൂ. ഓക്കെ അല്ലേ? ഇനി ഉച്ചയ്ക്കുള്ള എക്സാം ആണെങ്കിൽ 3 മണിക്ക് ശേഷം, ഉച്ചയ്ക്കുള്ള എക്സാം ആണെങ്കിൽ 3 മണിക്ക് ശേഷം മാത്രമേ നമുക്ക് പുറത്തു പോകാൻ പറ്റൂ. ഓക്കെ അല്ലേ? വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വാഷ്റൂമിലോ കാര്യങ്ങളോ പോകാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ പോയിന്റ് നമ്പർ 20 പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിൽ വാഷ്റൂമിലോ എങ്കിലും പോകണമെങ്കിൽ അവിടെയുള്ള ഇൻവിജിലേറ്ററിനെ കാര്യം അറിയിക്കുക. അതിനുശേഷം അവരുടെ പെർമിഷനോട് കൂടി നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടത്തിയതിന് ശേഷം മാത്രം വാഷ്റൂമിലും കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിരിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി 27ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫ്രോഡോ എന്തെങ്കിലും തരികിടയോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും അവരെ ചീറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഹാൻഡ് റിട്ടൺ നോട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ ഡീബാർ ചെയ്യും ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ അൺഫെയർ ആയിട്ട് നമ്മൾ എക്സാം എഴുതിയെന്ന് പറഞ്ഞിട്ട് ഡീബാർ ചെയ്യാനുള്ള അധികാരം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിലുണ്ടെന്നാണ് 27ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നതാണ്, നമ്മൾ മോഡൽ എക്സാം എഴുതിയ സമയത്ത് ഇപ്പോൾ
ഒരുപാട് പേര് എന്നോട് ചോദിച്ചു മോഡൽ എക്സാം എഴുതിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് അമ്മയൊക്കെ പാസ് ചെയ്ത് പോയി എക്സാം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവർ പറഞ്ഞ രീതിയിലൊന്നും എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒരു പ്രത്യേകം നോട്ട് ചെയ്തിരിക്കും, അവർക്ക് പ്രത്യേക അറ്റൻഷൻ കൊടുക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഡീബാർ ചെയ്യുന്നു. നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട. നമ്മുടെ മോഡൽ എക്സാം ജസ്റ്റ് പ്രാക്ടീസ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ അതിനെ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല അത്. കാരണം നമ്മൾ ഫൈനൽ എക്സാം വളരെ നീറ്റായിട്ടും മാന്യമായിട്ടും എത്തിക്സിനോടുകൂടി മാത്രമേ നമ്മൾ എക്സാം എഴുത്തുള്ളൂ. ഓക്കെ അല്ലേ? നമ്മളവിടെ വേറൊരു കാര്യവും ചെയ്യില്ല. എല്ലാവർക്കും കിട്ടുന്ന അറ്റൻഷൻ മാത്രമേ നമുക്ക് കിട്ടൂ. നമുക്ക് പ്രത്യേകിച്ച് വേറെ അറ്റൻഷൻ ഒന്നും കിട്ടില്ല. നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. എന്താ നിങ്ങൾ ചെയ്യേണ്ട പ്രോപ്പറായിട്ട് നമ്മുടെ ഈ കോവിഡിൻ്റെ കാര്യങ്ങളെല്ലാം മാന്യമായിട്ട് പാലിക്കുക. അതുപോലെ തന്നെ എക്സാം വളരെ നീറ്റായിട്ട് പോയി നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്തിട്ട് ജയിക്കാം. ഓക്കെ അല്ലേ? അതുപോലെ നമ്മുടെ MCQവും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചാർട്ടിൻ്റെ കാര്യം, നമ്മുടെ 32ാമത്തെ പോയിന്റിലാണ് ചാർട്ടിനെ പറ്റിയിട്ട് പറയുന്നത്. 32ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ടൈപ്പ് തന്നെ ചെയ്തിരിക്കണം. 31ാമത്തെ പോയിന്റിൽ പറയുന്നത് അത് നമ്മൾ പ്രോപ്പറായിട്ട് ടൈപ്പ് തന്നെ ചെയ്തിരിക്കണം. നിങ്ങളല്ലാതെ അത് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പരിപാടി ചെയ്യരുത്. ഇനി ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഉള്ളത് ആർക്ക് മാത്രമാണ്? അതായത് എന്തെങ്കിലും ചാർട്ട്, നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാമോ അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒക്കെ വരയ്ക്കുമ്പോൾ ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചാർട്ടോ ഡയഗ്രാംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം A4 സൈസ് പേപ്പർ നമുക്ക് തരും. അതിനകത്ത് ബ്ലൂ ഇങ്കോ ബ്ലാക്ക് ഇങ്കോ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. പെൻസിലല്ല, ബ്ലൂ ഓർ ബ്ലാക്ക്. ഓക്കെ അല്ലേ? അത് ശ്രദ്ധിക്കുക. ബ്ലൂ ഇങ്കോ ബ്ലാക്ക് ഇങ്കോ യൂസ് ചെയ്തിട്ട് അവർ തരുന്ന A4 സൈസ് പേപ്പറിൽ വരച്ചിട്ട് നമ്മുടെ ആ എക്സാം ഹോളിൽ ഇരിക്കുന്ന ഇൻവിജിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഹിന്ദി മീഡിയത്തിൽ എഴുതുന്ന ആൾക്കാർക്ക് എക്സാം എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല, നമുക്കത് വിട്ടേക്കാം. ഓക്കെ അല്ലേ? വേറെ കാര്യങ്ങളൊന്നുമില്ല. അല്ല ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരിക്കലും എഴുതിയിട്ട് അയച്ചു കൊടുക്കാനുള്ള പ്രൊവിഷൻ കാണില്ല. അത് എപ്പോഴും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ നമ്മളെ ടൈം ടേബിൾ പ്രകാരം തന്നെയാണ് എക്സാം നടക്കുന്നത്. അതിനകത്ത് ഒരു മാറ്റമില്ല. സബ്മിറ്റ് ബട്ടനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീസബ്മിഷൻ കാണുകയില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുക. ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അവരോട് പ്രോപ്പറായിട്ട് പറയാം. മെഷർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലുണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല, മാറിയിരുന്ന് എക്സാം എഴുതുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. കൂട്ടം കൂടി നിൽക്കരുത്, വേറെ ഒന്നും ചെയ്യരുത്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പാസ്കയെ പറ്റിയിട്ട് ബോധർ ചെയ്യേണ്ട, അതവർ നമുക്ക് തന്നോളും. ഫോട്ടോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് അലോഡല്ല. നമുക്ക് എന്തെങ്കിലും ചാർട്ടോ ഡയഗ്രാംസോ ഉണ്ടെങ്കിൽ മാത്രമാണ് അലോഡ് ഉള്ളത്. രജിസ്ട്രേഷൻ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ കയ്യിൽ എപ്പോഴും കാണണം. മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ എക്സാം ഹോളിൽ ഇരുന്നിരിക്കണം. മാസ്കും സാനിറ്റൈസറും നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. ഫ്രോഡും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീബാർ ചെയ്യും. എക്സാം 3 മണിക്കൂറാണ്. നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊന്നുമില്ല. സബ്മിറ്റ് ബട്ടൺ മിനിമം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരൂ. അതിൻ്റെ അർത്ഥം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം ഹോളിന് പുറത്തു പോകാൻ പറ്റൂ. ഓക്കെ അല്ലേ? ഇതാണ് ഈ 40 പോയിന്റുകളുണ്ട്. ഈ 40 പോയിന്റിൽ ഒരെണ്ണം പോലും വിടാതെ നമ്മൾ എല്ലാ പോയിന്റുകളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് കണ്ടിട്ട് ഉറപ്പായിട്ടും നിങ്ങളിത് മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലും എല്ലാ CMA ഗ്രൂപ്പിലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പ്രശ്നം സംഭവിച്ചു, എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് എക്സാം നന്നായിട്ട് എഴുതണം. നമ്മൾ മിനിമം കോവിഡും കാര്യങ്ങളെല്ലാം വന്നിട്ട് 1 ഇയറിൽ കൂടുതൽ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ജയിക്കോ തോക്കോ അത് പിന്നത്തെ കാര്യം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും വരാൻ പാടില്ല. നമ്മൾ മാക്സിമം നമുക്ക് സംതൃപ്തി കിട്ടുന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നന്നായിട്ട് എക്സാം എഴുതുക. ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, തോറ്റു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പോൾ എക്സാം എഴുതാം. നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. ഈ ഗൈഡ് ലൈൻസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതുക. എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ എത്തിക്കാം. അപ്പോൾ വേറെ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയമോ എന്തെങ്കിലും ഹെൽപ്പെങ്കിലും വേണമെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എങ്ങനെയെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി റെഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ആ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്.